ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ രണ്ട് സംഭവങ്ങളും സമാന്തരമായി നീങ്ങുമ്പോഴാണ് തിരൂർക്കാട് സ്വദേശിയും CPIM പ്രവർത്തകനുമായ ഒരു സഖാവ് എനിക്കും എൻ്റെ സഹപ്രവർത്തകൻ ഹാരിസ് നെച്ചിത്തടത്തലിനുമെതിരെ വധഭീഷണിയുമായി വരുന്നത്. ക്ലിപ്പ് കേട്ടോളൂ. ഹാരിസേ, നിങ്ങൾ ബ്ലോക്കിക്കോ നിയമസഭയ്ക്കോ മറ്റേ ഇനി പാർലമെൻറ്റിക്കോ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ മത്സരിച്ചോളി. 4-ാം വാർഡ് ഞങ്ങളെ കയ്യിൽ നിന്ന് പോകാനുള്ള പണികൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനക്കും കിട്ടും, എൻ്റെ അൻവർ ഷക്കീലിനും കിട്ടും. ഞാൻ പറഞ്ഞില്ലാറുണ്ടോ, ഞാൻ റഷീദലിനോടും ജില്ലാ സെക്രട്ടറി മോഹൻദാസിനോടും ഇവിടെ വാർഡ് മെമ്പർ രാജുവിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രാദേശികപരമായിട്ട് തീരുമാനം നടപ്പാക്കും. ഞങ്ങളെ വാർഡ് കയ്യിൽ നിന്ന് പോകുക പറഞ്ഞാൽ ഞങ്ങൾ ആത്മാഭിമാനമാണ്. ഞങ്ങൾ അത്രയും പണിയെടുത്ത് ഞങ്ങളെ വാപ്പാർ മുതലേ പണിയെടുത്തുണ്ടാക്കണേ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു വാർഡാണ്. ആ വാർഡ് പോകാനുള്ള പണികൾ എടുത്താൽ മുന്നണി മര്യാദ ഉണ്ടാവില്ല, ഒരു അലക്ക ഉണ്ടാവില്ല. അനക്കും കിട്ടും, അൻവർ ഷക്കീലും കിട്ടും. നിങ്ങൾ ഇതുവരെ കളിച്ച UDF മുന്നണി പോലൊക്കെ ആവില്ല CPMൻ്റെ ആൾക്കാർ. അത് നല്ല മനസ്സിൽ ഓർത്ത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്ന ഭീഷണി കമൻറ്റുകൾ ഞാൻ ഗൗനിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ സുഹൃത്ത് ഹാരിസിൻ്റെ ഫോണിലേക്ക് 1 അല്ല 2 അല്ല 3 അല്ല 4 വാട്സപ്പ് മെസ്സേജുകൾ അദ്ദേഹം അയക്കുന്നത്. ഇത് കേൾക്കൂ. ഹാരിസ്, മുന്നണി മര്യാദ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ഈ വാർഡ് എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾ ആകെ 10-70 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാക്കല്. ആ ഭൂരിപക്ഷം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാർഡ് ഞങ്ങൾ ആർക്കും മുട്ടുകൊടുക്കില്ല. അത് ഞങ്ങളെ വാപ്പാർ മുതൽ തുടങ്ങി വെച്ചതാണ്. ഞങ്ങൾക്ക് ഓല ആത്മാവിനോടൊരു നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പണി ഇതൊക്കെ ഒഴിവാക്കേണ്ട ആൾക്കാരെ കാല് പിടിച്ച് വോട്ടുണ്ടാക്കണതാണ്. അപ്പം നിങ്ങളൊരു മുന്നണിക്ക് വന്നിട്ട് ആ മര്യാദ നിങ്ങൾക്ക് പാലിക്കാൻ വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല, ഞാൻ പറഞ്ഞില്ല തമാശ പറയുന്നില്ല, അനക്കും കിട്ടും, എൻ്റെ അൻവർ ഷക്കീലിനും കിട്ടും. കാര്യമായിട്ടും പറയാം, വാർഡ് കയ്യിൽ നിന്ന് പോയാൽ നിങ്ങൾ വേറെ എവിടേക്ക് എന്തുവാണെന്നുണ്ടെങ്കിലും മത്സരിച്ചോളി. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ കയറി വന്നതാണ്. ഇന്നലെ കയറി വന്നപ്പോഴും നിങ്ങൾ മുന്നണിയിൽ ഔദ്യോഗികപരമായിട്ട് തീരുമാനമായിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾക്കിൽ CPI ഉണ്ട്, കേരള കോൺഗ്രസ് എസ് ഉണ്ട്. ഓർക്ക് ഇവിടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സീറ്റുണ്ടോ? ഇല്ല. നിങ്ങൾ ഇന്നലെ കയറി വന്നുകാണ്ട് ഞങ്ങളെ മുന്നണിയിൽ വന്നുകാണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ജയിക്കുന്ന ഒരു വാർഡിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ ഒരു മയം ഉണ്ടാവില്ല. ഞാനിവിടെ പറഞ്ഞല്ലോ, UDF പോലൊക്കെ അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പോലൊക്കെയല്ല CPM. അത് നല്ലോണം മനസ്സിലാക്കിക്കൊണ്ടു. ഞങ്ങളുള്ളിൽ വിപ്ലവമുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ല. പണ്ട് ഇടുക്കിയിൽ MM മണി എന്ന് പേര് വിളിക്കുന്ന ഇവരുടെ ഒരു നേതാവ്, നമ്മുടെ മന്ത്രി, അദ്ദേഹം ചെയ്ത കുപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ടല്ലോ, 1, 2, 3, അതിനെ അനുസ്മരിപ്പിക്കുമാറാണ് ഈ സഖാവിൻ്റെ ഭീഷണിയും. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ ഏതോ ഒരു നേതാവിനെ പോലും കൈകാര്യം ചെയ്ത അവർക്ക് ഹാരിസും ഞാൻ ഒന്നുമല്ല തുടങ്ങിയ രീതിയിലാണ് ഭീഷണി. ഞങ്ങൾക്ക് തലയിൽ തലച്ചോറില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ബുദ്ധിരാക്ഷസൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം തൊട്ടേ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 4-ാം വാർഡ് അവരുടേതാണ്. അവിടെയെങ്ങാനും CPIM പരാജയപ്പെടാൻ കാരണമായാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല പോലും എന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ട് ഇഷ്ടം. പക്ഷേ ഭീഷണിയല്ല, എന്നൊക്കെ ഭീഷണി പെടുത്തേണ്ട ആവശ്യം എന്താ? ഞാൻ ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളെ ആത്മാഭിമാനം അല്ലെങ്കിൽ ഞങ്ങളെ വാർഡ് വിട്ട് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാരാ കാരണക്കാരായി ഓല ഞങ്ങൾ പണിയെടുക്കും. അണ്ടിയിലേറെ വലിയ ആൾക്കാർ കഴിഞ്ഞു. എൻ്റെ വാപ്പാൻ്റെ കമ്പനി പുലാക്കിൽ സെലി, ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റേ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അയാളെ തല്ലാൻ പോയിക്കണം. പിന്നെ അതിലും വലുതൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളതിൽ മുമ്പ് വന്ന ആൾക്കാരാണ് ഇവിടെ CPIയും കേരള കോൺഗ്രസ് എസും. അത് ഓൽക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സീറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ കുത്തിത്തിരിപ്പ് പണിയെടുക്കണത്? ഭീഷണി എന്നല്ല, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. ഉള്ള കാര്യം പറഞ്ഞല്ലോ, എനിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ വാടന കളഞ്ഞു നോക്ക്. ഭീഷണി എന്നല്ല, രണ്ടാളോടെ പറയണത്. അത് ഭീഷണിയായിട്ടൊന്നും കൂട്ടണ്ട, കാര്യമായിട്ട് പറഞ്ഞാണ്. നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ വെറുമ്പാക്ക് നമ്മൾ പറയലില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ വാർഡ് വിട്ട് അല്ലെങ്കിൽ വാർഡിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു മുന്നണി മര്യാദ ഉണ്ടാവില്ല. നിങ്ങൾക്കില്ലാത്ത മര്യാദ തിരിച്ചും ഉണ്ടാവുമെന്ന് കരുതരുത്. നിങ്ങൾ ഇതുവരെ കളിച്ച പോൽക്കാവില്ല ഇവിടെ കളിക്കുമ്പോൾ. അങ്ങനെ എനിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യും. ഉള്ള കാര്യം ഞാനോട് പറഞ്ഞല്ലോ, വാർഡ് പോകണ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേത്തണ് കാണും ചെയ്യും. അത് എന്നോട് പറയാന്ന് പറഞ്ഞാൽ ഭീഷണിയായിട്ട് പറയല്ല. ഞങ്ങൾക്ക് ഞങ്ങളെ വാർഡ് കിട്ടണം, അതിനുള്ള പറച്ചിലാണ്. അതിനുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ അതിനുള്ള എനിക്ക് കിട്ടും ചെയ്യും. ഇതൊന്നും വ്യക്തിപരമായിട്ട് പറയല്ല. എനിക്കതിനോട് വ്യക്തിപരമായിട്ട് ദേഷ്യമില്ല. എൻ്റെ അൻവർ ഷക്കീൽ ഓനോടും ദേഷ്യമില്ല. ഞാനോട് പറഞ്ഞില്ല, നിങ്ങളത് കുത്തിത്തിരിപ്പ് കാരണം ഞങ്ങളെടുക്കണ പണി അല്ലെങ്കിൽ ഞങ്ങളെ ആത്മാഭിമാനത്തിന് ക്ഷതയേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുക എന്നറിയില്ല. അതെന്നോട് മുൻകൂട്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് എന്നോടൊരു ദേഷ്യമോ എൻ്റെ അൻവർ ഷക്കീലിനോടൊരു ദേഷ്യമോ ഒരു കുഴപ്പമില്ല. ഞാനോട് പറഞ്ഞല്ലോ, നിങ്ങൾ മുമ്പ് പറഞ്ഞ CPIക്കാരുണ്ട് ഇവിടെ, കേരള കോൺഗ്രസ് എസ്കാരുണ്ട് ഇവിടെ. ഓൽക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സീറ്റില്ല. നിങ്ങൾ ഇന്നലെയല്ലേ കയറി വന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം. അതെല്ലാ മറ്റേ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സീറ്റ് വേണം. അപ്പോൾ നടക്കുന്ന കാര്യം. അത് നിങ്ങൾക്ക് എന്താ തീരെ തലച്ചോറില്ലേ? ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? എന്താ ചെയ്യ?
ഇങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു പഞ്ചായത്ത് പിടിക്കാൻ ഒരു വാർഡിൽ ഒരാൾ തന്നെ ധാരാളം മതിയാവുമല്ലോ. ഭലേ ഭേഷ്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ വിവിധ മതവിശ്വാസികളുടെ ഒരു ഫ്രറ്റേണിറ്റി നിലവിലുള്ള ഈ മലപ്പുറം ജില്ലയിൽ ഒരു പാർട്ടി ഗ്രാമം ഉണ്ടാക്കാനും അത് നിലനിർത്താനും CPIM ഇനിയും ഒരുപാട് മുക്കേണ്ടി വരും. സഖാവിൻ്റെ ഒന്നാമത്തെ ക്ലിപ്പ് ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. ആർസേ നിങ്ങൾ ബ്ലോക്കിക്കോ നിയമസഭയ്ക്കോ മറ്റേ ഇനി പാർലമെൻറ്റിക്കോ എവിടെ വന്നിട്ട് മത്സരിച്ചോളി. 4ാം വാർഡ് ഞങ്ങളെ കയ്യിൽ നിന്ന് പോകാനുള്ള പണികൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനക്കും കിട്ടും, എൻ്റെ അൻവർ ഷക്കീലിനും കിട്ടും. ഞാൻ പറഞ്ഞില്ലാറുണ്ടാവും. ഞാൻ റഷീദലിനോടും ജില്ലാ സെക്രട്ടറി മോഹൻദാസിനോടും ഇവിടെ വാർഡ് മെമ്പർ രാജുവിനോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രാദേശികപരമായിട്ട് തീരുമാനം നടപ്പാക്കും. ഞങ്ങളെ വാർഡ് കയ്യിൽ നിന്ന് പോകുക പറഞ്ഞാൽ ഞങ്ങൾ ആത്മാഭിമാനമാണ്. ഞങ്ങൾ അത്രയും പണിയെടുത്ത് ഞങ്ങളെ വാപ്പാർ മുതലേ പണിയെടുത്തുണ്ടാക്കണ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു വാർഡാണ്. ആ വാർഡ് പോകാനുള്ള പണികൾ എടുത്താൽ മുന്നണി മര്യാദ ഉണ്ടാവില്ല, ഒരു അലക്ക ഉണ്ടാവില്ല. അനക്കും കിട്ടും, അൻവർ ഷക്കീലും കിട്ടും. നിങ്ങൾ ഇതുവരെ കളിച്ച UDF മുന്നണി പോലൊക്കെ ആവില്ല CPMൻ്റെ ആൾക്കാർ. അത് നല്ല മനസ്സിൽ ഓർത്ത് വെച്ചോളി. CPM ജില്ലാ സെക്രട്ടറിയുടെ പേര് പോലും വ്യക്തമായ ഗൂഢാലോചന സംശയിക്കേണ്ട വിധത്തിലല്ലേ കുട്ടി സഖാവ് ആക്രോശിക്കുന്നത്? ആരുടെയെല്ലാം പേരാണ് ചേർത്ത് പറയുന്നത്? ഇതൊന്നും കാണാനോ കേൾക്കാനോ നടപടികൾ എടുക്കാനോ ഇവിടുത്തെ പോലീസുകാർക്ക് സൗകര്യമില്ല. ജനങ്ങളുടെ നികുതി പണം തിന്ന് വയറും വീർപ്പിച്ച് നടക്കുന്ന ലജ്ജയില്ലാത്തവർ.